സോ ബിഗ് ബോസ് നമ്മൾ സീസൺ 8ന്റെ അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം. അപ്പോൾ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ടിക്കറ്റ് ടു ഫിനാലെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പം ഇതിലെ മൂന്നാമത്തെ ദിവസം നടക്കുമ്പോഴും ആദ്യം തന്നെ ഈ ഒരു ടാസ്കുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം ടാസ്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് രണ്ട് ടാസ്കുകൾ കുഴപ്പമില്ല എന്ന് തന്നെ പറയാം. പക്ഷെ വളരെ മോശം അല്ലെന്നുണ്ടെങ്കിൽ വളരെ കുഞ്ഞു പിള്ളേർക്ക് കൊടുക്കുന്ന കുറെ ടാസ്കുകൾ, നേഴ്സറിയിൽ പിള്ളേർ കളിക്കുന്ന കുറെ ടാസ്കുകളുമായിട്ടാണ് ബിഗ് ബോസ് ഈ ഒരു സീസണിൽ വന്നിരിക്കുന്നത്. ഇതുവരെ കണ്ടിട്ടുള്ള സീസണുകളിലും അതുപോലെ തന്നെ പല ലാംഗ്വേജുകളുള്ള ബിഗ് ബോസുകൾ നോക്കിക്കഴിഞ്ഞാൽ പോലും ഇത്രയും മോശമായിട്ടുള്ള ഒരു ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകൾ കണ്ടിട്ടില്ല. ഇനിയുള്ള ദിവസം എങ്ങനെയായിരിക്കുമെന്ന് ഒരു ഐഡിയയും ഇല്ല. അതുപോലെയുള്ള ടാസ്കുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകൾ, ഈ ഫിസിക്കലി നമ്മുടെ റാണവിനൊക്കെ പറ്റുന്ന പോലെ, ഇൻജുർഡ് ആയിട്ടിരിക്കുന്ന റാണവിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ടാസ്കുകളാണ് ബിഗ് ബോസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഇതിന്റെ ആവശ്യമുണ്ടായിരുന്നത്? കഴിഞ്ഞ ആഴ്ച നമ്മുടെ ജെഫ്രി അതുപോലെ തന്നെ അൻഷിത എന്നിവർ ഒരാളെ നിർത്തിയിട്ട് റാണവിനെ പുറത്താക്കിയിരുന്നെങ്കിൽ ഈ ഒരു ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകൾ നല്ല മികച്ച രീതിയിൽ ടൈറ്റ് ആയിട്ട് ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് നടത്താൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് കാണാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകുമായിരുന്നു. ഇതിപ്പം കണ്ടസ്റ്റൻസിനെ സംബന്ധിച്ച് ഫിസിക്കൽ ടാസ്കുകളോ ചെറിയൊരു എന്താ പറയുന്ന മൽപ്പിടുത്തത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ റാണവിനെ കൂടെ കെയർ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നു. അതുപോലെ തന്നെ റാണവിന്റെ ഒരു അവസ്ഥ കെയർ ചെയ്യാൻ പോകുമ്പോൾ മറ്റുള്ളവരുടെ ഗെയിമിനെ അത് ബാധിക്കുന്നു. മൊത്തത്തിൽ ഒരു എന്താ പറയുന്ന കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടും അതുപോലെ തന്നെ ഗെയിമിൽ ആ ഒരു ടാസ്കുകൾ കാണാനുള്ള ഇൻട്രസ്റ്റിങ്ങും പോകുകയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സീസണിൽ ഇതുപോലെ ഇത്രയും മോശമായിട്ടുള്ള ടിക്കറ്റ് ടു ഫിനാലെ നടക്കാൻ പോകുന്നത്. എന്തായാലും 2 ദിവസം, മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് നടക്കുന്നത്. തമിഴ് അല്ലെന്നുണ്ടെങ്കിൽ സംസാരിക്കാൻ അറിയാവുന്നവർക്ക് അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ളവരെ മുന്നോട്ട് കൊണ്ടുവരാനാണോ എന്നറിയത്തില്ല. മഞ്ജരിക്കൊക്കെ വെറുതെ പോയിന്റുകൾ വാരിക്കോരി കൊടുക്കുന്ന ഒരു സംഭവം ഇന്ന് രാവിലെ നടന്നു. വേറൊന്നുമല്ല, ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് ആണെന്ന് പറഞ്ഞിട്ടില്ല, മോർണിംഗ് ടാസ്ക് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ടാസ്കുമായി ബന്ധപ്പെട്ട് സ്പീച്ചിന് 1 മിനിറ്റിൽ സ്പീച്ച് നടത്തുക, ആ സ്പീച്ച് മികച്ചത് ആരാണോ അവർക്ക് 3 പോയിന്റ്സ് എന്നൊന്നും പറയുന്നില്ല. ഇത് സ്പീച്ച് നടത്തുക, സ്പീച്ച് എല്ലാം നടത്തിയതിനു ശേഷം ബിഗ് ബോസ് ഒരാളെ ഏറ്റവും മികച്ചത് ആരാണെന്ന് തെരഞ്ഞെടുക്കാൻ എല്ലാവരോടും പറയുന്നു. കണ്ടസ്റ്റൻസ് എല്ലാം ചേർന്നതോ മഞ്ജരി എന്ന പേര് പറയുന്നു. മഞ്ജരിയെ തെരഞ്ഞെടുത്ത് കഴിയുമ്പോൾ ബിഗ് ബോസ് പറയുന്നു കണ്ടസ്റ്റൻസിൽ നിന്ന് 3 പേരിൽ നിന്ന് ഓരോ പോയിന്റ് വെച്ചെടുത്ത് മഞ്ജരിക്ക് ഇഷ്ടമുള്ള ആരിൽ നിന്നെങ്കിലും ഓരോ പോയിന്റ് എടുത്ത് വെച്ച് 3 പോയിന്റ്സ് എടുക്കാൻ പറ്റുന്നതായിരിക്കും. അതൊരു ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് ആണെന്ന് പോലും പറയാതെ മോർണിംഗ് ടാസ്ക് ആണെന്നും പറഞ്ഞുകൊണ്ട് കണ്ടസ്റ്റൻസിനെ എല്ലാം ഈ ഒരു ന്യൂ ഇയർ ആയിക്കൊണ്ട് തന്നെ പറ്റിച്ച് 3 പോയിന്റ് നൈസായിട്ട് മഞ്ജരിക്ക് കൊടുത്തിരിക്കുന്നു. വളരെ മോശമായിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു. ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് അത്രയ്ക്കും ഒരു ഫേവറിസം അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചീപ്പ് ഗെയിം സ്ട്രാറ്റജി ഞാനും പ്രതീക്ഷിച്ചില്ല. ടിക്കറ്റ് ടു ഫിനാലെ നടക്കുമ്പോൾ അതിൻ്റെതായ ഒരു അന്തസ്സുണ്ട്. ആ രീതിയിൽ മികച്ച ഗെയിമുകൾ, അത് ഫിസിക്കൽ ആണെന്നുണ്ടെങ്കിലും മെന്റൽ ആണെന്നുണ്ടെങ്കിലും IQ ലെവലിലാണെന്നുണ്ടെങ്കിലും ആ രീതിയിൽ കൊടുക്കണം. ഇതുവരെ കണ്ട തമിഴാണെന്നുണ്ടെങ്കിലും മലയാളം ആണെന്നുണ്ടെങ്കിലും ഹിന്ദി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലിലാണ് ഒരു പരിധി വരെ ടാസ്കുകളൊക്കെ നടത്തിയിരിക്കുന്നത്. ഇത് വളരെ മോശം രീതിയിലേക്കാണ് ചില കണ്ടസ്റ്റൻസിനെ കയറ്റിക്കൊണ്ട് വരാൻ വേണ്ടി മാത്രം പോയിന്റ്സുകൾ വാരിക്കോരി കൊടുക്കുന്നത്. അതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള ടാസ്കുകളും വേറെ പല പേരും പറഞ്ഞിട്ടല്ലെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകൾ എന്ന് പറയാതെ ആ ഒരു ടാസ്കോ അല്ലെങ്കിൽ ഒരു പരിപാടി നടത്തിയിട്ട് അത് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകളാക്കി മാറ്റുന്ന ഒരു പരിപാടി, അത് വളരെ മോശമായിട്ട് തോന്നി. എന്താണെന്നുണ്ടെങ്കിലും ഇന്നിപ്പോൾ മൂന്നാമത്തെ ദിവസമാണ്, ടാസ്കുകൾ കഴിയുന്നേ ഉള്ളൂ, നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പം ഇതിന്റെ ടാസ്കുകളുടെ അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചത് പ്രകാരം, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കിട്ടിയത് പ്രകാരമാണ് ഞാൻ അപ്ഡേറ്റ് തന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഇന്നത്തെ ഒരു ദിവസം കഴിയുമ്പോഴും നമ്മുടെ റയാൻ അതുപോലെ തന്നെ വിശാലൊക്കെ തന്നെയാണ് ലീഡ് ചെയ്യുന്നതെന്നാണ് അറിയുന്നത്. അതിൽ മുത്തുവിനും കൂടെ ലീഡിങ്ങിലേക്ക് വരുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ആദ്യത്തെ ടാസ്കിൽ മുത്തു അതിൽ നിന്ന് പുറത്തായതുകൊണ്ട് അതെങ്ങനെയാണെന്ന് അറിയത്തില്ല. അത് 100% ഞാൻ പറയുന്നില്ല. പക്ഷേ വിശാല് റയാനൊക്കെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ 3 പോയിന്റ് കിട്ടിയ മഞ്ജരി അപ്പോൾ 1 പോയിന്റ് ഉണ്ടായിരുന്നുകൊണ്ട് 4 പോയിന്റുമായിട്ട് ലീഡിങ്ങിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. റാണവിന് 1 പോയിന്റ് കുറഞ്ഞത് കൊണ്ട് തന്നെ 3 പോയിന്റായി. സൗന്ദര്യ 4 പോയിന്റുമായിട്ടുണ്ട്. അപ്പം ഒരു പരിധി വരെ കുറച്ച് കണ്ടസ്റ്റൻസ് എല്ലാം 10 പേരിൽ കുറച്ച് കണ്ടസ്റ്റൻസ് മുൻനിരയിലേക്കൊക്കെ വരുന്നുണ്ട്. ബിഗ് ബോസും മാക്സിമം ട്രൈ ചെയ്ത് കുറച്ച് ഫേവറേറ്റ്സ് ആയിട്ടുള്ളവർക്ക് വേണ്ടി പോയിന്റ്സ് കൊടുത്ത് മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. 1 പോയിന്റും ഇല്ലായിരുന്ന 1 പോയിന്റ് മാത്രം ഉണ്ടായിരുന്നെങ്കിൽ മുത്തുകുമാരനെയൊക്കെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആയിരിക്കാം. എന്തിന്, മുത്തുകുമാരന്റെ അവസ്ഥയൊക്കെ നമുക്കറിയാവുന്നതാണ്. പ്രത്യേകിച്ച് ടാസ്കുകളിലൊക്കെ വൻ ശോകമാണ്. വെറുതെ സംസാരിച്ചുകൊണ്ട് മാത്രം ഈ ഒരു സീസൺ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കുറെ PR വർക്കും ഫാൻസും ഒക്കെ വെച്ചുകൊണ്ട് ഈ ഒരു സീസൺ മുത്തു തന്നെയായിരിക്കും വിജയിക്കാനും പോകുന്നത്. അതുകൊണ്ട് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. എന്നാൽ പോലും അവരെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഇപ്പം മുത്തുവിനെ സംബന്ധിച്ച് ഈ ഒരു TTF കിട്ടിക്കഴിഞ്ഞാൽ മുത്തുവിന്റെ വോട്ടുകളൊക്കെ മറ്റ് പരലിലേക്ക് ഷെയർ ചെയ്യപ്പെടും. അപ്പം ബിഗ് ബോസും അത് തന്നെയാണെന്ന് തോന്നുന്നു ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നല്ല ഹ്യൂജ് മാർക്കിലുള്ള വോട്ടിലുള്ളവരൊക്കെ ടിക്കറ്റ് ടു ഫിനാലെ ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ മഞ്ജരി അതുപോലെ തന്നെ ജാക്ലിൻ, ദീപക് എന്നിവരിലേക്ക് ഈ ഒരു വോട്ട് ഷെയർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ വേറെ പലർക്കും ഇത് ഉപദ്രവമാകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ തന്നെ ആയിരിക്കണം ഇവരുടെ ഒരു പ്ലാനും. എന്താണേലും നമുക്ക് നോക്കാം.
നിലവിൽ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകൾ വളരെ മോശമായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി വരും ദിവസത്തിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം മൂന്നാമത്തെ ദിവസത്തെ ടാസ്കുകൾ 2 കഴിഞ്ഞു. ഒരെണ്ണത്തിന്റെ അവസ്ഥ വളരെ ശോകമായിരുന്നു. രണ്ടാമത്തെ ആ ഒരു ഫോൺ റിങ് ചെയ്ത് കഴിയുമ്പോൾ എടുത്ത് ടാസ്ക് ചെയ്യുന്ന ഒരു പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതും വളരെ ശോകം തന്നെയാണ്. ഒരു ദിവസത്തിൽ ഒരു നൂൺ ടൈം വരെ ഒരു കലാപരിപാടികളും ഇല്ല. അത് കഴിഞ്ഞ ശേഷം രാത്രിയിലും പകലുമായിട്ടാണ്, ഡേ ആൻഡ് നൈറ്റിലാണ് കാര്യങ്ങൾ, ഈ ഒരു ടാസ്കുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാണെങ്കിലും നമുക്ക് നോക്കാം. കൂടുതൽ അപ്ഡേറ്റുകളൊക്കെ വരുന്നതിനനുസരിച്ച് നമ്മൾ തരുന്നതായിരിക്കും. എന്തായാലും ഇതൊക്കെ തന്നെയാണ് നിലവിലെ അപ്ഡേറ്റുകൾ. ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിലും വളരെ മോശമായിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഈ ഒരു ടിക്കറ്റ് ടു ഫിനാലയോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ